വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഷിംഷോൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ന്യായാധിപന്മാർ 16 അധ്യായം 6 വാക്യം. അങ്ങനെ ദലീല ഷിംഷോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു? ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം? എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ ശക്തി ലഭിച്ച ശക്തനായ ഒരു ന്യായാധിപനെ ഷിംഷോനെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നു. ഷിംഷോൻ എന്ന പേരിന്റെ അർത്ഥം സൂര്യനെ പോലെയാണ്. അവന്റെ ജനനത്തിന് മുൻപ് തന്നെ കർത്താവിന്റെ ദൂതൻ അവന്റെ മാതാപിതാക്കൾക്ക് അവന്റെ അത്ഭുതകരമായ ജനനം മുൻകൂട്ടി പറഞ്ഞു. അവൻ ദാൻ ഗോത്രത്തിലെ മനോഹയിൽ ജനിച്ചു. ഷിംഷോന്റെ അമ്മ തന്നെ വിശുദ്ധയാക്കി വീഞ്ഞു കുടിക്കാതെയും അശുദ്ധമായതൊന്നും ഭക്ഷിക്കാതെയും കുഞ്ഞിനു വേണ്ടി വിശുദ്ധമായ ജീവിതം ജീവിച്ചതുപോലെ അതുപോലെ നിങ്ങളും നിങ്ങളുടെ മക്കളെ സമർപ്പണത്തോടെയും വിശുദ്ധിയോടെയും വളർത്താൻ പരിശ്രമിക്കണം. സഭയ്ക്കും വിശ്വാസികൾക്കും വേണ്ടി ദൈവദാസന്മാർ വിശുദ്ധരായി തുടരണം. ഷിംഷോന്റെ തലയിൽ ഒരു ക്ഷൗരക്കത്തിയും വരരുതെന്ന് ബൈബിൾ പറയുന്നു. കാരണം അവൻ ജനനം മുതൽ ദൈവത്തിന് നാസറായിരിക്കേണ്ടതായിരുന്നു. ഇത് ന്യായാധിപന്മാർ 13 അധ്യായം 5 വാക്യത്തിലും 16 അധ്യായം 17 വാക്യത്തിലും കാണപ്പെടുന്നു. നാസർ വ്രതത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 6 അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മുന്തിരിവള്ളിയിൽ നിന്ന് വിത്ത് മുതൽ തൊലി വരെ ഒന്നും അവർ കഴിക്കരുത്. വീഞ്ഞ് ജഡീക സന്തോഷത്തെ പ്രതീകപ്പെടുത്തുന്നു. അതുപോലെ ദൈവത്തിന്റെ മക്കൾ കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ പ്രതാപം എന്നിവയിൽ നിന്ന് പിന്തിരിയണം. ഒരു ക്ഷൗരക്കത്തിയും അവന്റെ തലയിൽ തൊടരുത്. വഞ്ചന നിറഞ്ഞ നാവ് മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെയാണെന്ന് സങ്കീർത്തനം 52 അധ്യായം 2 വാക്യത്തിൽ പറയപ്പെടുന്നു. വ്യാജ പഠിപ്പിക്കലുകൾ, വ്യാജ പ്രവചനങ്ങൾ, വ്യാജ പ്രസംഗം എന്നിവയാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുഷിക്കാതിരിപ്പാൻ സംരക്ഷിക്കുക എന്ന് 2 കൊരിന്ത്യർ 11 അധ്യായം 3 വാക്യത്തിൽ പറയപ്പെടുന്നു. നാസർ വ്രതത്തിന് കീഴിലുള്ളവർ ഒരു മൃതദേഹത്തിന്റെ അടുത്തും പോകരുത്. അവർ വേർപിരിയലിന്റെ ജീവിതം നയിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്നവൻ എന്ന്. ഇത് സങ്കീർത്തനം 1 അധ്യായം 1 വാക്യത്തിൽ കാണപ്പെടുന്നു. ഷിംഷോന്റെ മഹത്തായ ശക്തി പരിശുദ്ധാത്മാവിൽ നിന്നാണ് വന്നത്. ചിലപ്പോഴൊക്കെ കർത്താവിന്റെ ആത്മാവ് അവനെ നയിക്കാൻ തുടങ്ങിയെന്ന് ന്യായാധിപന്മാർ 13 അധ്യായം 25 വാക്യത്തിലും മറ്റു ചിലപ്പോഴൊക്കെ ആത്മാവ് അവന്റെ മേൽ ശക്തമായി വന്നു എന്ന് ന്യായാധിപന്മാർ 14 അധ്യായം 6 വാക്യത്തിലും കാണപ്പെടുന്നു. ഇക്കാരണത്താൽ ഒരു സിംഹത്തെ ഒരു ആട്ടിൻകുട്ടി കീറി മുറിക്കുന്നത് പോലെ അവൻ എളുപ്പത്തിൽ കീറി മുറിച്ചു. എന്നാൽ ഷിംഷോൻ തന്റെ പ്രതിഷ്ഠയോ നാസർ വ്രത നേർച്ചയോ സൂക്ഷിച്ചില്ല. ഒടുവിൽ അവൻ തന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. പ്രിയ ദൈവമക്കളെ, കർത്താവ് നിന്നിൽ നിന്ന് അകന്നു പോകാൻ ഇടയാക്കുന്ന ഒരു പാപവും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ജ്ഞാനത്തിനുള്ള വാക്യം ന്യായാധിപന്മാർ 16 അധ്യായം 28 വാക്യം. അപ്പോൾ ഷിംഷോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെശയ്യാവ് 37-38 അധ്യായങ്ങൾ, വൈകുന്നേരം കൊലോസ്യർ 3 അധ്യായം. ആമേൻ.